നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. 10 മാസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘം ആ കാർ കണ്ടെത്തി. കോമാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 9-കാരിയായ ദൃശാനിയെ ഇടിച്ചിട്ട കാറാണ് പോലീസ് കണ്ടെത്തുന്നത്. KL 18R1846 എന്ന കാറാണ് വടകരയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയത്. കാർ ഓടിച്ചിരുന്നത് വടകര പുറമേരി സ്വദേശി ഷജീൽ എന്നാളായിരുന്നു. കുട്ടിയെ വാഹനം ഇടിച്ചിട്ട ശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇയാൾ വാഹനത്തിന്റെ രൂപം മാറ്റുകയും ചെയ്തു. ഇൻഷുറൻസ് ക്ലെയിമിനായി ഇയാൾ ശ്രമിച്ചതാണ് അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവായത്. അപകടത്തിന് ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകളെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. രാത്രി 9 മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നമ്പറിനെ കുറിച്ച് ആർക്കും കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് അന്വേഷണം പ്രതിസന്ധിയിലാക്കാനും കാരണമായി. 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും അതിൽ നിന്ന് ഒന്നും ലഭിച്ചതുമില്ല. പിന്നീട് പല ജില്ലകളിലും നേരിട്ടെത്തി അന്വേഷണം നടത്തുകയും ചെയ്തു. കൂടാതെ 50,000 ഫോൺ കോളുകളും 19,000 വാഹനങ്ങളും പരിശോധിച്ചു. അവസാനം വെള്ള മാരുതി സ്വിഫ്റ്റ് കാർ ആണെന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് 2011 മുതൽ 18 വരെയുള്ള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ പരിശോധിച്ചു. കൂടുതലായും KL 18 രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളാണ് പരിശോധിച്ചത്. കൂടാതെ റിപ്പയർ ഷോപ്പുകളിലും പരിശോധന നടത്തിയതായി പോലീസ് അറിയിച്ചിരുന്നു. അവസാനം 2024 മാർച്ച് മാസത്തിൽ മതിലിടിച്ച് അപകടം പറ്റിയതിനെ തുടർന്ന് ഒരു സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതായി കണ്ടെത്തി. ഇതാണ് കേസിന് വഴിത്തിരിവായത്. തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് കുട്ടിയെ ഇടിച്ചിട്ട കാർ അതാണെന്ന് മനസ്സിലാകുന്നത്. അപകടത്തിന് ശേഷം കാറിന്റെ രൂപം മാറ്റിയതിനാൽ ശാസ്ത്രീയ പരിശോധനയും നടത്തി. കൂടാതെ അപകടം നടന്ന സമയം ദേശീയപാതയിലൂടെ ഈ കാർ പോയതായും കണ്ടെത്തിയിരുന്നു. ആ ദിവസം കാർ ഓടിച്ചിരുന്നത് ഷജീൽ എന്ന ആളായിരുന്നു. ഇയാൾ ഇപ്പോൾ UAE-യിലാണ് താമസം. എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ നാട്ടിലെത്തിക്കുമെന്ന് SP അറിയിച്ചിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തത്. ചോറോട് റെയിൽവേ സ്റ്റേഷന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ദൃശാനിയും അമ്മൂമ്മയായ ബേബിയെയും അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ബേബി സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.